ഞങ്ങളുടെ നിസ്സീമമായ സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ആദ്യമായി നമ്മുടെ ഹെഡ് മാസ്റ്റർ മാത്യു മാസ്റ്റർ ഉപഹാരം കൊടുക്കുന്നതിനായി കമൽദാസ്. അടുത്തത് അടുത്ത ഒരു ഫോട്ടോ ആണ് എല്ലാവരും.
അനിൽബാബു 10 വീരാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ ആ ക്ലാസ് ഗോഡർ പോലെ. എന്റെ ഭാര്യ സൗമ്യ, മകൾ ഗോപിക 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൻ അക്ഷയ്. ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നാട്ടിൽ വന്നു. ഇതാണ് എന്റെ വിശേഷം. അടുത്തത് പ്രദീപ്. ഹലോ, എൻ്റെ പേര് പ്രദീപ്. ഞാൻ ഇവിടെ പഠിച്ചിരുന്നത് ഞാൻ ഡിവിഷനാണ്. എൻ്റെ സ്ഥലം പിന്നെ പാവർക്കേടാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ്. എൻ്റെ വൈഫ് സദീഖ, മകൻ അദ്വൈത് വർഷങ്ങൾ, മകളുടെ ഫാദർ KG. ഇതാണ് എൻ്റെ വിശേഷം. എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ശ്രീനിവാസൻ, സരിത, ഇന്നെല്ലാവരും അറിയുന്നു വിചാരിക്കുന്നു. എൻ്റെ പേര് കമൽദാസനാണ്. 20 വർഷമായി കേരള പോലീസിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ തൃശ്ശൂർ വിജിലൻസിലാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കുര്യാട് വില്ലേജിലാണ്. അവിടുന്ന് തൃശ്ശൂരിലേക്ക് മാറ്റായിട്ടുണ്ട്. താഴെയുള്ള മകളാണ്. 3rd ജയിച്ചു. മൂത്ത മകള് ഇപ്പൊ അവര് ഗെറ്റുഗതറുണ്ട്. ഇപ്പൊ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് CBSE സിലബസ് എക്സാം എഴുതിയിരിക്കുന്നു. റിസൾട്ട് June 2 വരും. അത് പോയിട്ടാണ് പറയാ. അത്രയുള്ള ജീവിത ചരിത്രം അടുത്താകുന്നു. അവർക്കാണ്. കാരണം എല്ലാവരോടും നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് ഫാമിലി ആയിട്ട് വരാൻ വേണ്ടി. ഞാൻ മനോജ്, പുതിയദാസ് ഹോട്ടൽ ഇവിടെ ഭാര്യ സന്ധ്യ, മകൻ സായി 10th കഴിഞ്ഞ് +1 ഇത് മോളെ ആര്യ 8th. ഞാൻ ജാദാഷ് 10ാം ക്ലാസ് പഠിച്ചത് C ഡിവിഷനിലാണ്. ആശ അഡ്വക്കേറ്റാണ്. തിരുവനന്തപുരം പ്രാക്ടീസ് ചെയ്യുന്നത്. അരുന്ധതി അനന്തകൃഷ്ണൻ ടിൻസാണ്. 4ാം ക്ലാസ് പഠിക്കും. 4ാം ക്ലാസ് പഠിക്കും. ഞാൻ അതുപോലെ വർക്ക് ചെയ്ത് ഇപ്പം നാട്ടിലാണ്. ഹരിദാസിന്റെ വൈഫ് പഞ്ചായത്ത് മെമ്പറാണ്. കൊടകര പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറാണ്. അഡ്വക്കേറ്റ് ആശാന ദാസ്. അടുത്ത അനിൽകുമാർ MP. എല്ലാവരെക്കാളും ആക്ച്വലി നമ്മൾ മാതൃഭാഷയാണ്. ഇപ്പോഴും അന്നത്തെ മാസം ഇപ്പോഴും മാസം ഭയങ്കര അനലറ്റിക്കാണ്. നമ്മളെക്കാളും ഭയങ്കര അനലറ്റിക്കാ മാസം. നമ്മൾ പരിചയപ്പെടുന്ന ഭാഷ നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഭാഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര അനലറ്റിക്കായിട്ട്. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ 10ാം ക്ലാസ് പഠിച്ചിരുന്നത്. എൻ്റെ വൈഫ് രേഖ, മകൾ അശ്വതി, മകനുണ്ട്. പുറത്ത് പഠിക്കുന്നതുകൊണ്ട് അതിന് സമയം ഉണ്ടാവും പഠിക്കാൻ. ഞാൻ പത്രത്തിൻ്റെ മോൾ 8ലേക്ക്, മകൻ 10ലേക്ക് പഠിക്കും. ഈ സ്കൂളിൽ തന്നെ എല്ലാവരും പഠിക്കില്ലേ? ഹലോ, എൻ്റെ പേര്
ജോസ് ടീച്ചർ അവിടെ എനിക്കറിയാം സൗദി അറേബ്യയിൽ ഇന്നലെ വന്നു ആശ് നോൺ സോണൽ രണ്ടാമത്തെ പൈപ്പില് താങ്ക് യു. ഗോപൻ ഞാൻ ഗോപൻ ചെറിയൊരു പലചരക്കട നടത്തുന്നു. വൈഫ് ശ്രീജ, മകളെ 8ൽ പഠിക്കുന്നു, മകൻ UK. ബെന്നി ബെന്നി ഗുരിയാടുന്നാണ്. പേര് ബെന്നി, ജോബി, 2 പിള്ളേർ, ഒരാൾ ബിടെക്കിന് സ്പോൺസറിങ് ആവുന്നതായിരുന്നു. എൻ്റെ പേര് ജോബ് ഉണ്ടാക്കാരൻ, 10ാം ക്ലാസ് സീല് പഠിക്കുന്നു. വൈഫും ബിനി ആണ്. മോള് 9th പാസ്സായി, 6th പാസ്സായി. എൻ്റെ പേര് ജോസഫ്. 2 പെൺമക്കൾ, മൂത്താൾ +2-നായി, രണ്ടാമത്താൾ 5ൽ പഠിക്കുന്നു. ജോലിയൊന്നും ചെയ്യാം. എൻ്റെ പേര് ബാബു പറഞ്ഞു. വൈഫ് ഈശ്വരി, മോള് അഭിരാമി, മകൻ വന്നിട്ടില്ല. അവൻ ഇന്നലെ തൊട്ട് ഞാൻ വലിയ പ്രഖ്യാപിച്ച കാരണം പിന്നെ ദിവസം എനിക്ക് വന്നില്ല. എൻ്റെ പേര് രാഹുലൻ. അങ്ങനെ ഞാനിവിടെ തന്നെ ഉള്ള ഒരാളാണ്. ബിരിയാണി ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കറിയാം. എൻ്റെ നിത്യ ജീവിതത്തിൽ എല്ലാവരും എന്നും അതിനൊക്കെ എപ്പോഴും വന്ന് പോകുന്നവരാണ്. പിന്നെ ഇവിടെയുള്ളവർക്ക് എൻ്റെ കടക്കാരുമാണ്. പിന്നെ ഞാൻ വന്നപ്പോൾ ഓരോരുത്തരും പരിചയപ്പെടുന്നത് പക്ഷേ ഭാര്യയാണോ പരിചയപ്പെടുന്നത്, ഭാര്യയാണോ പരിചയപ്പെടുന്നത്, ആരാണോ പറ്റിരിക്കലോ കൺഫ്യൂഷൻ കാരണം ആരാ വന്നില്ല. എല്ലാവരും കണ്ടൊക്കെ തിരിച്ച് പോകുന്നു. എനിക്ക് വളരെയധികം ഓർമ്മ കുറവുണ്ട്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കൂടി കഴിഞ്ഞ ശേഷം ഇന്ന് കാണുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഈ ഒരു അവസരം ഉണ്ടാക്കാൻ പുറപ്പെട്ടാലും ബാബു ആദ്യം നന്ദി പറയാം. കാരണം ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഒരിക്കലേക്ക് കിട്ടുള്ളൂ. ഈ സന്തോഷമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഈ സന്തോഷം കൂടുതലൊക്കെ ജീവിതത്തിൽ വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഏതും എല്ലാവരും ഒരുപാടുമാരൊക്കെ നന്ദിയുണ്ട്. സന്തോഷം. ഹരിദാസ് 87 ബാച്ചിൽ 3 ഹരിദാസന്മാരുണ്ടായിരുന്നു. അതിൽ ഞാൻ ഹരിദാസ് K. ഞാൻ സീനാണ് പഠിച്ചിരുന്നത്. എൻ്റെ ഷൈറ, മൂത്ത മകള് ശരണ്യ, താഴെ മകൾ അപർണ. ശരണ്യ UK പഠിക്കുന്നു. ഞാനിപ്പോൾ നാട്ടിലുണ്ട്. കുറേ നാൾ വീട്ടിലായിരുന്നു. വിശേഷം. പ്രദീപ് എൻ്റെ പേര് പ്രദീപ്. C ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഭാര്യ സീമ, മകള് പാർവതി, 1ാം ക്ലാസ്സിൽ വരുന്നു. ശശി PhD കിട്ടിയിട്ടുണ്ട്.
അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ടീച്ചർ തന്നെ നമ്മളോട് പറയുന്നത്. എൻ്റെ പേര് ശശി, മകൻ ഗൗതം, 10ാം ക്ലാസ് ബിയിൽ പഠിച്ചിരുന്നു. പേര് രശ്മി, ഇപ്പോൾ KKTM ഗവൺമെൻറ് കോളേജിലെ മാത്തമാറ്റിക്സ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കഴിഞ്ഞ വർഷം മാത്തമാറ്റിക്സിൽ PhD നേടി കുസാറ്റിൽ. മകള് ഗാഥ 2ാം ക്ലാസ്സിലേക്ക് പാസ്. ഞാൻ ലക്ഷ്മി, 10ാം ക്ലാസ് G ക്ലാസ്സിലെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മകള് ലക്ഷ്മിപ്രിയ. ഹസ്ബൻഡ് വന്നിരുന്നു, അവരുടെ കല്യാണത്തിൽ അറ്റൻഡ് ചെയ്യുന്നതല്ല പോയി തിരിച്ചു പോയി. മകള് BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞു. ഇപ്പോൾ അതിൽ തന്നെ ഫെലോഷിപ്പ് ചെയ്തു 1 year. എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇങ്ങനെ ഒരവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അത്ര സന്തോഷമാണ് ഇങ്ങനെ കിട്ടുന്നത്. എത്ര തന്നാലും അല്ലെങ്കിൽ സംഘടിപ്പിച്ച ആൾക്കാർക്ക് എത്ര കൊടുത്താലും എത്ര പറഞ്ഞാലും നമുക്കത് മതി വരില്ല. അത്ര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അത്ര മനസ്സ് കൊടുത്ത് പറയാൻ പറ്റും. നമുക്ക് എവിടെ ഇതില്ല ഈ സന്തോഷം. താങ്ക് യു. ഞാൻ പ്രീതി 10ാം ക്ലാസ് ഡിയിലാണ് പഠിച്ചിരുന്നത്. അനിൽ ബാബു ജയലക്ഷ്മി ടീമിൻ്റെ ക്ലാസ്സിൽ 2 കുട്ടികളും ഹസ്ബൻഡും. ഒരു കുട്ടി വന്നിട്ടില്ല. ഇവിടെ വാഗമണിലാണ് പഠിക്കുന്നത് DRന്. രണ്ടാമത്തെ ആൾ 6ാം ക്ലാസ്സിൽ പഠിക്കണം. ഹസ്ബൻഡിൻ്റെ അടുത്തുണ്ട്. എൻ്റെ പേര് സുനിൽകുമാർ, ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഞാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ജൂനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്യുന്നു, കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ. എൻ്റെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിൽ നിന്ന് പോയി. പിന്നെ നാട്ടിൽ SN കോളേജിലാണ് പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചത്. അതിനുശേഷം എറണാകുളത്ത് സെറ്റിൽ ചെയ്തുകൊണ്ട് ഈ നാട്ടിലേക്ക് വരവ് കുറവായിരുന്നു. വളരെ കുറച്ച് ബന്ധം ജയനായിട്ടിവിടെ ശാന്തകുമാര ടീച്ചറുടെ മോൻ അറിയുമോ, ജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരിക്കൽ 2 കൊല്ലം മുമ്പ് അനിൽ ബാബുമായിട്ട് ബന്ധപ്പെട്ടു. അനിൽ ബാബുവാണ് ഈ പരിപാടിക്ക് വളരെയധികം തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആദ്യമൊക്കെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ തിരക്കുകൾ കാരണം ഞാൻ പതുക്കെ പിന്നെ ഇത്ര ദൂരം ആയതുകൊണ്ട് എനിക്ക് മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് പതുക്കെ വലിയ ഈ സംഘാടകർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. കാരണം ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ കാണുമായിരുന്നില്ല. കുറേ പേരൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നെയും ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറായിരുന്നു ശാന്തകുമാര ടീച്ചർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സതി ടീച്ചർ, ഞങ്ങൾ ശരിക്കും അമ്മയായിരുന്നു. ഞങ്ങളുടെ 3 വർഷം അത്രയ്ക്ക് സ്നേഹം. ടീച്ചറായിട്ട് ഞാൻ ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അതെ അത് പറഞ്ഞത് അല്ല, ടീച്ചറെ വിളിക്കുമായിരുന്നു ഇപ്പോഴും. പണ്ട് മുതലേ ഒരു അമ്മയുടെ സ്നേഹം. പിന്നെ മാത്യമാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ന് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാന മനസ്സിൽ വരുന്നത് ഭയങ്കര ശക്തനായ മാത്യമാഷാണ്. അവർക്ക് പിന്നെ ഓരോരുത്തരെയും മാത്സ് പഠിക്കും. മാത്സ് എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു 7ാം ക്ലാസ് വരെ. 8ൽ വെച്ച് മാത്സ് ഭയങ്കര എളുപ്പമായി. രാമാഷാണ് മാത്സ് പഠിപ്പിച്ചത്. അപ്പം അദ്ദേഹത്തിന് ഇപ്പം ഈ സമയത്ത് അനുസ്മരിക്കുന്നു. അദ്ദേഹം ഇല്ലല്ലോ നമ്മളുടെ കൂടെ. അത് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം മരിച്ചതായി. പിന്നീട് പഠിപ്പിച്ച 9ാം ക്ലാസ്സിലെ റോസൽ ടീച്ചറും വളരെ സൂപ്പറായിരുന്നു. 9ൽ മാത്സ് അമ്മാക്ക് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ടീച്ചറുടെ കാര്യം മേടിക്കേണ്ട അധികം വന്നിട്ടില്ല. നന്നായി ടീച്ചർ നന്നായി പഠിക്കുന്ന ടീച്ചർ എല്ലാ പിള്ളേരും പഠിക്കും. അടി മേടിച്ചിട്ടും പഠിക്കും, അല്ലാത്തും പഠിക്കുമായിരുന്നു. പിന്നെ സോഷ്യൽ സ്റ്റഡീസും ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നു. അത് പഠിക്കാൻ ഞാൻ ആകെ കാരണക്കാരി കുട്ടിത്തുളസി ടീച്ചറാണ്. ടീച്ചർ അന്ന് ഭയങ്കര പേടിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ അന്ന് പഠിക്കാൻ കാരണം ടീച്ചറാണല്ലോ
എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഏറ്റവും കൂടുതൽ നന്ദി സംഘാടകരോടും, പ്രത്യേകിച്ച് അനിൽ ബാബുവിനോടും.